ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ ഇന്ന് മെട്രിക്സിന്റെ ഏകദേശം അവസാന സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ മെട്രിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്നത് എലമെന്ററി ഓപ്പറേഷൻ ഓഫ് മെട്രിക്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മെട്രിക്സ്. എന്താണ് മെട്രിക്സിന്റെ എലമെന്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെട്രിക്സുമായി ബന്ധപ്പെട്ട ഒരു 6 ഓപ്പറേഷൻസ്, അത് റോസുമായി ബന്ധപ്പെട്ട 3 അതുപോലെ കോളംസുമായി ബന്ധപ്പെട്ട 3 ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലമെന്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മെട്രിക്സ് ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു മെട്രിക്സ് ആയിട്ട് വരും. ഒരു മെട്രിക്സിന്റെ ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് അല്ല നമുക്ക് കിട്ടുന്നത്. ഞാനത് പറയാൻ കാര്യം, നമുക്ക് മെട്രിക്സ് കഴിഞ്ഞാൽ മെട്രിക്സുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചാപ്റ്റർ വരുന്നു, ഡിറ്റർമിനന്റ്. അവിടെ നമ്മൾ ഇതേ എലമെന്ററി ഓപ്പറേഷൻ പറയും, പക്ഷെ അവിടെ നമുക്ക് ആ ഡിറ്റർമിനന്റ് ഈക്വൽ ആയിട്ടുള്ള ഡിറ്റർമിനൻസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പോട്ടെ, അപ്പൊ ഇവിടെ നമ്മൾ എലമെന്ററി ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു മെട്രിക്സ് ചേഞ്ച് ചെയ്ത് മറ്റൊരു മെട്രിക്സ് ആക്കുക, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നോക്കിയേ, ഒരു മെട്രിക്സ് ചേഞ്ച് ചെയ്ത് മറ്റൊരു മെട്രിക്സ് ആകാൻ വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 6 ഓപ്പറേഷൻസിനെയാണ് മെട്രിക്സിന്റെ എലമെന്ററി ഓപ്പറേഷൻ. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 ഓപ്പറേഷൻസ് ഇല്ല, 3 ഓപ്പറേഷൻ ആണ്. അതേ ഓപ്പറേഷൻസ് റോസിൽ ചെയ്യുന്നു, അത് തന്നെ കോളത്തിൽ ചെയ്യുന്നു. അപ്പൊ അതിനെ രണ്ടായിട്ട് കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 6 ഓപ്പറേഷൻസിനായിട്ട് വരികയാണ്. അപ്പോ നമ്മളിവിടെ 3 ഓപ്പറേഷൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. 3 ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിലേ പഠിക്കുന്നുള്ളൂ. അത് മെട്രിക്സിൽ 3 മെട്രിക്സ് അല്ല, റോസിൽ 3 അത് തന്നെ കോളത്തിൽ 3 ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇന്റർചേഞ്ച് എനി 2 റോസ് ഓർ കോളംസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഏതെങ്കിലും 2 റോസുകൾ ഇന്റർചേഞ്ച് ചെയ്യുകയോ കോളംസ് ഇന്റർചേഞ്ച് ചെയ്യുകയോ എന്ന് പറയുന്നതാണ് നമ്മൾ മെട്രിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആദ്യത്തെ എലമെന്ററി ഓപ്പറേഷൻ. ഇപ്പൊ ഫസ്റ്റ് എലമെന്ററി ഓപ്പറേഷൻ എന്താ പറയുന്നത്? ഇന്റർചേഞ്ച് എനി 2 റോസ് ഓർ കോളംസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഏതെങ്കിലും 2 റോകൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ 2 കോളംസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഞാനൊരു മെട്രിക്സിന്റെ ith റോയും അതേപോലെ jth റോയും ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇവിടെ ക്യാപിറ്റൽ R എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? റോയെ കാണിക്കുന്നു. I, J ഇവയോ അവയുടെ പൊസിഷനെ കാണിക്കുന്നു. അപ്പൊ ith റോ jth റോ ഇന്റർചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് സിംബോളിക്കലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ. RI both സിംപ്ലൈസ് RJ. ഓക്കെ ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് RI യുടെ പൊസിഷനിൽ RJ വരും, RJ യുടെ പൊസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? RI വരും. ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. ഇവിടെ പൊസിഷൻസ് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർചേഞ്ച് ചെയ്യാണ്. ith റോ എടുത്ത് jth റോയുടെ സ്ഥാനത്ത് എഴുതും, jth റോ എടുത്തിട്ട് ith റോയുടെ സ്ഥാനത്ത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് എലമെന്ററി ഓപ്പറേഷൻ. ഓക്കെ, അത് തന്നെ കോളത്തിൽ വരുമ്പോൾ CI സിംപ്ലൈസ് CJ, അതായത് ith കോളവും jth കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇത് മറ്റൊരു ഓപ്പറേഷൻ നമ്മൾ കൗണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ 2 ഓപ്പറേഷൻസ് ഇവിടെ തന്നെയായി. അപ്പോ ആ രണ്ടും എന്താണ്? ഇന്റർചേഞ്ച് എനി 2 റോസ് ഓർ കോളംസ് ഓഫ് എ മെട്രിക്സ്. ഇതാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഇപ്പൊ ഞാൻ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. ഇപ്പോ A എന്ന് പറയുന്ന മെട്രിക്സ് A, B, C, അതുപോലെ P, Q, R, X, Y, Z. ഞാനൊരു 3rd ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ് എടുത്തത്. ഇവിടെ സ്ക്വയർ മെട്രിക്സ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ഏത് മെട്രിക്സിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ്, ഞാൻ ഇവിടെ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പോവാണ്. R1 R1 R3 R1ഉം R3യും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? വി ഗെറ്റ് അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാ കിട്ടുന്നത്? R1 ഫസ്റ്റ് റോ ഇതല്ലേ, 3rd റോ ഇതല്ലേ. അപ്പൊ 3rd റോ എടുത്ത് ഫസ്റ്റ് റോയിലും ഫസ്റ്റ് റോയുടെ പൊസിഷനിലും ഫസ്റ്റ് റോ 3rd റോയുടെ പൊസിഷനിലോട്ട് മാറും. ഇപ്പൊ എങ്ങനെ വരും? X, Y, Z. ദെൻ ഈ സെക്കൻഡ് റോയ്ക്ക് ഒരു മാറ്റവും വരത്തില്ല, അതുപോലെ തന്നെ. കാര്യം ഇവിടെ ഇന്റർചേഞ്ച് നടന്നത്, ആ ഓപ്പറേഷൻ നടത്തത് ഫസ്റ്റ് റോയിലും 3rd റോയിലായിട്ടുണ്ട്. അപ്പൊ അത് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? P, Q, R, അതുപോലെ A, B, C. ഓക്കെ ആണല്ലോ. ഇതാണ് റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇത് തന്നെ നമുക്ക് കോളം ട്രാൻസ്ഫർ, ഈ മെട്രിക്സിൽ തന്നെ കോളം ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോ C1ഉം C2ഉം കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
നോക്കിക്കോളൂ. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എ പി എക്സ് അല്ലേ, സെക്കൻഡ് കോളം പി ക്യു വൈ അല്ലേ, അത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് കോളത്തിന്റെ സ്ഥാനത്ത് ഇപ്പൊ എന്താ വരും? സെക്കൻഡ് കോളം. അപ്പൊ ഇവിടെ എന്ത് വരും? ബി ക്യു വൈ എ പി എക്സ്. തേർഡ് കോളത്തിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർചേഞ്ചിങ് റോസ്, എനി ടു റോസ് ഓർ കോളംസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി അപ്പൊ റോയിലും കോളത്തിലും കൂടെ ഇപ്പൊ രണ്ട് ഓപ്പറേഷൻസ് ഇവിടെ ആയി. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത രണ്ട് ഓപ്പറേഷനിലേക്ക് വരാൻ പോവാണ്. അടുത്തെന്ന് പറയുന്നത് മൾട്ടിപ്ലൈങ് എനി നോൺ സീറോ നമ്പർ ടു എനി റോ ഓർ കോളം ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ റോ അല്ലെങ്കിൽ കോളത്തെ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. ഒരു മെട്രിക്സിന്റെ ഏതെങ്കിലും ഒരു റോ, നമ്മൾ സാധാരണ ഒരു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ഇത് തമ്മിൽ ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനും മൾട്ടിപ്ലൈ ആയിരുന്നു. ഇതല്ല, എലമെന്ററി ഓപ്പറേഷനകത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റോയെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോളം കൊണ്ട്, ഒരു റോയെ മാത്രം നമ്മളൊരു സ്കെയിലാർ കൊണ്ട്, ഒരു നോൺ സീറോ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു കോളത്തെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു റോയെ ഒരു കോളത്തെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നു? പുതിയൊരു മെട്രിക്സ് ആണ്. ഈ ഓരോ എലമെന്ററി ഓപ്പറേഷൻ നടത്തുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്താണ്? പുതിയ മെട്രിക്സുകളാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയാ നമ്മൾ ഇവിടെ ഒന്ന് നോക്കുകയാണ് അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആർ ഐ ഇംപ്ലൈസ്, ആർ ഐ ചേഞ്ച് ചെയ്യുകയാണ്. എങ്ങനെയാണ്? കെ ആർ ഐ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇപ്പൊ ith റോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആ ith റോ ആയിട്ട് മാറും. അല്ലെങ്കിൽ സി ഐ ആണെങ്കിലോ സി ഐ ഈക്വൽ ടു കെ സി ആയിട്ട് മാറും. ഒരു റോ ചേഞ്ച് ചെയ്യുന്നത് അതിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, നോൺ സീറോ, കെ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം ഇവിടെ. കെ നോട്ട് ഈക്വൽ ടു ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ഇതാണ് അടുത്ത ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മള് 4 എലമെന്ററി ഓപ്പറേഷൻസ് ആയി. നോക്കി ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഇപ്പോ 2 3 5 1 0 -1 2 5 10 ജസ്റ്റ് ഒരു മെട്രിക്സ് ഞാൻ വെറുതെ എഴുതി, തേർഡ് ഓർഡർ തന്നെ എഴുതി. ഇപ്പോ ഒരു എലമെന്ററി ഓപ്പറേഷൻ പറയുന്നത് അപ്ലൈങ് R2 implies 3R2. R2 നെ ഞാൻ എങ്ങനെ എഴുതി? 3R2 ആക്കി മാറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? വി ഗെറ്റ് എന്ന് വെച്ചാല് സെക്കൻഡ് റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? പറഞ്ഞേ. ഫസ്റ്റ് റോയ്ക്കും തേർഡ് റോയ്ക്കും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് റോ അത് തന്നെ 2 3 5. അതുപോലെ തേർഡ് റോയും അത് തന്നെ 2 5 10. അതിനൊരു മാറ്റം. പക്ഷെ സെക്കൻഡ് റോ മാറും. സെക്കൻഡ് റോ എങ്ങനെ മാറും? 3R2 ആയിട്ട് മാറും. അപ്പൊ ഇതിനെ മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തുല്യമായിരിക്കും. അപ്പൊ 3 0 -3 ആയിട്ട് മാറും. ഇതാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കോളത്തിൽ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കോള ഓപ്പറേഷൻ നടത്തുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പോ C3 ഇംപ്ലൈസ് -5 C3 എന്നങ്ങ് എഴുതാണ്. നോൺ സീറോ വേണമെന്നുള്ളതേ ഉള്ളൂ. നെഗറ്റീവോ പോസിറ്റീവോ ഇപ്പോ റാഷണലോ ഇറാഷണലോ ഒന്നും പ്രശ്നമൊന്നുമല്ല. നോൺ സീറോ ആയിട്ടുള്ള റിയൽ നമ്പർ അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? C3. അപ്പൊ ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ ഒരു ചേഞ്ചും ഇല്ലാതെ വരും. 2 1 2 തന്നെയാണ്. 3 0 5 തന്നെയാണ്. പക്ഷെ തേർഡ് കോളം മാറും. തേർഡ് കോളം എങ്ങനെ മാറും? -5 കൊണ്ട് മൾട്ടിപ്ലൈ. -5 × 5 എന്ന് പറയുമ്പോൾ -25 ആയി. -5 × -1 5 ആയി. -5 × 10 എന്ന് പറയുമ്പോൾ -50 ആയി. നമുക്ക് കിട്ടുന്ന പുതിയ മെട്രിക്സ്. ഇത് കിട്ടുന്നുണ്ടോ? അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തെ ഒരു നോൺ സീറോ സ്കെയിലാർ കൊണ്ട് അല്ലെങ്കിൽ നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെട്രിക്സിലെ ട്രാൻസ്ഫോർമേഷൻ നടത്തുക. അപ്പൊ അതെങ്ങനെയാണ്? ആ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം അതിലെ എല്ലാ എലമെന്റ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനും അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെന്റ്സിനും, അല്ലാതെ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും അല്ല ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം അതിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ലാസ്റ്റ് വൺ എന്താ പറഞ്ഞേക്കുന്നത്? ദ അഡിഷൻ ടു ദ എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം the corresponding elements of any row or column multiplied by a non-zero number. അതായത് ഒരു മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു റോയുടെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ആ റോ ചേഞ്ച് ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ വേർഡ്സിൽ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാനൊരു എക്സാമ്പിൾ ഇട്ട് കാണിക്കാം. അതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരു റോ അല്ലെങ്കിൽ കോളം, റോയിൽ ചെയ്യുന്ന അതേ ഓപ്പറേഷൻസ് നമുക്ക് എവിടെ ചെയ്യാം? കോളത്തിലും ചെയ്യാം. പിടികിട്ടുന്നുണ്ടോ? റോയിൽ എന്ത് ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത് ആ ഓപ്പറേഷൻസ് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കോളത്തിൽ ചെയ്യാം. അപ്പൊ നടത്തുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു റോയെ നമ്മളൊരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? മറ്റൊരു റോയുടെ കൂടെ അല്ലെങ്കിൽ മറ്റൊരു കോളത്തിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നു. അപ്പം ഇതാണ് ഓപ്പറേഷൻ. അപ്പൊ നോക്കാം, നമുക്കൊരു മെട്രിക്സ് വേണമെങ്കിൽ നമുക്ക് ഈ മെട്രിക്സ് തന്നെ അങ്ങ് എടുക്കാം. അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ആദ്യം കാണിക്കാം. ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോ RI ആണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ചേഞ്ച് ചെയ്ത എപ്പോഴും നോക്കി നമ്മൾ ആദ്യം കാണിച്ചത് RI സിംപ്ലൈസ് RJ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കേസിലും വരുന്നുണ്ട്. അപ്പൊ RIയും RJയും ഇന്റർചേഞ്ച് ചെയ്യണം. അടുത്തതിനകത്ത് RI ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ? KRI ആയിട്ട്. അല്ലെങ്കിൽ CI ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെയാ? KCI ആയിട്ട്. K ഇൻറ്റു ഇവിടെ എന്താണോ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണിച്ചത്. ഇവിടെ RI ith റോ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ith റോ എങ്ങനെ ചെയ്യുന്നു? RI പ്ലസ് അതിനോട് തിരിച്ച് രണ്ടാമതല്ല എഴുതുന്നത് RIയോട് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ഇൻറ്റു മറ്റേതെങ്കിലും ഒരു റോ. അപ്പൊ RI ഇംപ്ലൈസ് RI പ്ലസ് KRJ. ഇത് കറസ്പോണ്ടിങ് കോളത്തിലാണെങ്കിലോ CI ഇംപ്ലൈസ് CI പ്ലസ് KCJ. ഓക്കെ ആണല്ലോ? ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തെ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റോയോട് ആഡ് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ റോ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതേ കാര്യം നമ്മൾ ഇവിടെ ഒന്ന് ചെയ്യാൻ പോകണം. എങ്ങനെ ചെയ്യും? ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ അപ്ലൈ. ഞാൻ ഫസ്റ്റ് റോ എഴുതും. R1 ഇംപ്ലൈസ് 2 3R2. R1 implies 3R2. Sorry, R1 implies 3R2 എന്നല്ല. R1 is equal to R1 plus അത് സെക്കൻഡ് ഓപ്പറേഷൻ ആയിപ്പോയി കേട്ടോ. സെക്കൻഡ് ഓപ്പറേഷൻ അല്ലത്. എങ്ങനെയാണ്? R1 plus 3R2. എങ്ങനെയാണ്? R1 ചേഞ്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? സെക്കൻഡ് റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് റോയോട് ആഡ് ചെയ്യും. ഇതാണ് എന്റെ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോ അപ്പൊ ഏതാ ചേഞ്ച് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ സെക്കൻഡ് റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണോ? ഒരിക്കലും ചെയ്യരുത് കേട്ടോ. സെക്കൻഡ് റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് ചേഞ്ച് ചെയ്ത് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ഒറ്റ റോ മാത്രമേ ഉള്ളൂ. അതേതാണ്? R1 മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. വേറെ ഒരു റോയും എന്ത് ചെയ്യത്തില്ല, ഇവിടെ ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നോക്കിക്കഴിഞ്ഞാല് R1 ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് റോയിലെ ഓരോ എലമെന്റ്സിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സിനോട് ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ നോക്കി ഫസ്റ്റ് എലമെന്റ് ഏതാ? 1 അല്ലേ? 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 3 എന്ന് പറയുമ്പോൾ 3 അല്ലേ? ആ 3 2വിനോട് ആഡ് ചെയ്യുന്നു. 2 plus 3 എന്ത് കിട്ടും? 2 plus 3 എന്ന് പറയുമ്പോൾ 5 കിട്ടത്തില്ലേ? അപ്പൊ എങ്ങനെയാ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ? 3 കിട്ടി. ആ 3 എന്ന് പറയുന്നത് 2വിനോട് ആഡ് ചെയ്യുന്നു. 2വിനോട് ആഡ് ചെയ്യുന്നു പറയാൻ കാര്യം നമുക്ക് തിരിച്ച് സബ്ട്രാക്ഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇത് ഇപ്പൊ ഇവിടെ 3R2 plus R1 എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും R1നോട് എന്നുള്ള രീതിയിൽ R1ൽ നിന്ന് എന്ന് നമ്മൾ ചിന്തിക്കാം. R1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ R1നോട് ആഡ് ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കാം. ഓക്കെ, അപ്പൊ 2 plus 3 എന്ന് പറയുമ്പോൾ 5 കിട്ടും. ഇനി അടുത്തത് 0 into 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 ആണ്. അപ്പൊ 3 plus 0 3 തന്നെ കിട്ടും, മാറ്റമൊന്നും വരത്തില്ല. ഇനി ഇവിടെ -1 into 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത്? -3 അല്ലയോ? 5 plus -3 എത്ര കിട്ടും? 2 എന്ന്. ബാക്കി റോയ്ക്ക് ഒരു ചേഞ്ചും ഉണ്ടാവത്തില്ല. 1 0 -1 2 5 10. ഓക്കെ ആണോ? ഇതാണ് നമ്മളുടെ അടുത്ത ഓപ്പറേഷൻ, ഫിഫ്ത് ഓപ്പറേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോളത്തിൽ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഓപ്പറേഷൻ സിക്സ്ത് ഓപ്പറേഷനിലേക്ക് മാറാണ്. നമുക്ക് കോളത്തിലൂടെ നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. കോളത്തിൽ നമ്മൾ ചെയ്യുന്നു. ഇപ്പോ
അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ അല്ലായിരുന്നു എടുത്തത്. നമുക്ക് ഇവിടെ സെക്കൻഡ് കോളത്തെ ചേഞ്ച് ചെയ്യാം. C2 ഇംപ്ലൈസ് C2 പ്ലസ് എന്താ എഴുതാം 2C3. ഓക്കെ ആണല്ലോ. തേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, കോളത്തെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് കോളത്തോട് ആഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ 2 പകരം എന്ത് ചെയ്യാം, -2 എടുക്കുമ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യുന്നതിന് തുല്യമാകും കേട്ടോ. അപ്പൊ സബ്ട്രാക്ഷൻ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് പകരം ഒരു നെഗറ്റീവ് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് ചിന്തിച്ചാലും മതി. അപ്പോ നോക്കിയേ, അപ്പൊ എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് കോളം ചേഞ്ച് ഒന്നും വരത്തില്ല, അത് 2 1 2 ആയിട്ട് തന്നെ നിൽക്കും. സെക്കൻഡ് കോളം മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അതെങ്ങനെയാ? തേർഡ് കോളത്തെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 2 × 5 10. അപ്പൊ 3 + 10 13. Then 2 × -1 -2 ആണ്. 0 + -2 -2. Then 2 × 10 20. 5 + 20 25. Then തേർഡ് കോളത്തിൽ ഒരു ചേഞ്ചും ഇല്ല. അതെങ്ങനെയാണ്? 5 -1 10. ഓക്കെ ആണോ? ഇതാണ് നമുക്ക് കിട്ടുന്ന പുതിയ മെട്രിക്സ് എന്ന് പറയുന്നത്. ഏതാ? നമ്മള് ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ. അപ്പോ മെട്രിക്സുമായി ബന്ധപ്പെട്ട 6 എലമെന്ററി ഓപ്പറേഷൻ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇത് നമുക്ക് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കും. ഒരിത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ എലമെന്ററി ഓപ്പറേഷൻ. എലമെന്ററി ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരേ ഓപ്പറേഷൻസ് തന്നെ നമ്മൾ കോളത്തിലും റോയിലും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ആദ്യം ഇന്റർചേഞ്ച് ചെയ്യുന്നു, പിന്നെ ഒരു കോൺസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റോയെ അല്ലെങ്കിൽ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൂന്നാമത് പറഞ്ഞത് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ കോളത്തെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു റോയുടെ കൂടെ ആഡ് ചെയ്ത് രണ്ടാമത്തെ റോ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ കോളം ചേഞ്ച് ചെയ്യും. ഒരിക്കലും ഒരു റോയെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോളത്തിന്റെ കൂടെ എന്ത് ചെയ്യത്തില്ല, ആഡ് ചെയ്യത്തില്ല. റോയായിട്ടും റോയുടെ കൂടെയും കോളത്തിന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കത്തുള്ളൂ. ഒരു റോയും ഒരു കോളം കൂടി എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഓപ്പറേഷൻ നടത്തത്തില്ല. ഒരു റോയും ഇപ്പൊ ഫസ്റ്റ് റോ ഇപ്പൊ നമ്മള് ആദ്യത്തെ പറയുന്നത് ഇന്റർചേഞ്ച് നെല്ലിയോ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ RI സിംപ്ലൈസ് RJ എന്ന് പറഞ്ഞു. ഒരിക്കലും ഇവിടെ CJ എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇപ്പോ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു, അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. റോയുടെ കൂടെയും കോളത്തിന്റെ കൂടെയും മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഓപ്പറേഷൻസിന് എടുക്കത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഈ 6 ഓപ്പറേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്, ഇൻവെർട്ടിബിൾ മെട്രിസസ്. ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്താണ്? ഇൻവെർട്ടിബിൾ മെട്രിക്സ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. മെട്രിക്സിൽ മാത്രമല്ല, എല്ലാ സിസ്റ്റത്തിലും, ഏതൊരു സിസ്റ്റം എടുത്താലും അവിടെ ഈ പറഞ്ഞ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ജനറൽ ആയിട്ട് നമ്മളത് പഠിച്ചിരിക്കണം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ബൈനറി ഓപ്പറേഷൻ അതൊക്കെ ശരിക്കും പറഞ്ഞ ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇപ്പൊ നമ്പർ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ ഓരോ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻവേഴ്സ് വരുന്നുണ്ട്. ഇൻവേഴ്സ് പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. എന്താണ്? ഇപ്പൊ മെട്രിക്സ് അത് വലിയ ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല നമുക്കത് കാര്യം, പക്ഷെ എങ്കിലും നിങ്ങൾ ആ കൺസെപ്റ്റ് അറിഞ്ഞിട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എന്താണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ ആയിട്ട് നമ്മളൊരു ഓപ്പറേഷൻ, നമ്മളിപ്പോ അഡിഷൻ ഉണ്ട്, സെപ്പറേഷൻ, നമ്പേഴ്സിന്റെ കേസ് എടുത്താൽ അഡിഷൻ, സെപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ പറഞ്ഞ കുറെ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലെ. അപ്പോ ആ ഓപ്പറേഷനൊക്കെ ജനറൽ ആയിട്ട് സ്റ്റാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. സ്റ്റാർ അഡിഷനോ സെപ്പറേഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഓപ്പറേഷൻ സ്റ്റാർ എടുക്കുന്നു. ഈ പറഞ്ഞ ഐഡന്റിറ്റി എലമെന്റ് ഉദ്ദേശിക്കുന്ന ഇതാണ്. A star E equal to E star A equal to A എങ്കിൽ E നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് എഴുതാം. ഒരു എലമെന്റ് മറ്റൊരു സിസ്റ്റത്തിലെ ഒരു എലമെന്റുമായിട്ട് മറ്റൊരു എലമെന്റ് എടുത്ത് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ആ എലമെന്റ് തന്നെ കിട്ടും. ഉദാഹരണത്തിന് നമുക്ക് നമ്പർ സിസ്റ്റത്തിലെ അഡിഷൻ നോക്കാം. ഞാൻ റിയൽ നമ്പേഴ്സ് എടുത്ത് തുടങ്ങും. ഇപ്പൊ നാച്ചുറൽ നമ്പറിനകത്തൊന്നും വരത്തില്ല. ഇപ്പൊ ഒരു റിയൽ നമ്പർ, ആ റിയൽ നമ്പർ അഡിഷൻ ആണ് നോക്കുന്നത്, പ്ലസ് മറ്റൊരു നമ്പർ ഈക്വൽ ടു ഇവിടെ വരുന്ന അതേ നമ്പർ പ്ലസ് എ ഈക്വൽ ടു നമുക്ക് എ കിട്ടണമെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ ഏതായിരിക്കണം? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. കൊച്ചു പോയി അറിയാവുന്ന കാര്യം എന്താണ്? 0 ആണ്. A + 0യും 0 + Aയും എന്താണ്? A ആണ്. അതുകൊണ്ട് 0 ഇസ് ദ ഐഡന്റിറ്റി.
കൃത്യമായി പറയുകയാണെങ്കിൽ 0 ഇസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. കാര്യം അഡിഷൻ ആയതുകൊണ്ട് അഡിഷനകത്തെ ഐഡന്റിറ്റി നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. മൾട്ടിപ്ലിക്കേഷനകത്താണെങ്കിലോ എ ഇൻറ്റു ഒരു നമ്പർ പ്ലസ് ആ നമ്പർ ഇൻറ്റു എ ഇൻറ്റു ഒരു നമ്പർ പ്ലസ് അതേ നമ്പർ ഇൻറ്റു എ ഈക്വൽ ടു എ കിട്ടണം. എങ്കിൽ ആ നമ്പർ ഏതാ? നമുക്കറിയാം ഏതാ? 1 ആണ്. എ ഇൻറ്റു 1ഉം 1 ഇൻറ്റു എ എന്ന് പറഞ്ഞ ഏതാണ്? എ ആണ്. അപ്പൊ 1ഉം എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. എവിടുത്തെ? മൾട്ടിപ്ലിക്കേഷനകത്ത്. നമുക്ക് സബ്ട്രാക്ഷനകത്ത് വരത്തില്ല. നമുക്ക് സബ്ട്രാക്ഷൻ വേണമെങ്കിൽ ചിന്തിക്കുമ്പോൾ പറയാം എ മൈനസ് 0 എ അല്ലേ? പക്ഷെ 0 മൈനസ് എ എന്തല്ല? എ അല്ല. അതുകൊണ്ട് സബ്ട്രാക്ഷനകത്ത് ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. എല്ലായ്പ്പോഴും ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാര്യം ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഐഡന്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ, ഈ ഫിക്സഡ് നമ്പർ, ഇതൊരു ഫിക്സഡ് നമ്പർ, അത് മാറത്തില്ല. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്ത്, ഒരു ഓപ്പറേഷനകത്ത് ഫിക്സഡ് ആണ്. അത് എല്ലാ നമ്പേഴ്സിനും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ ഇൻവേഴ്സ് ഓരോന്നിനും ഓരോന്നാണ്. ഓരോ നമ്പറിനും അതിന്റേതായ ഇൻവേഴ്സുകളാണ് വരുന്നത്. അതെന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ ആണ് ഇപ്പം ഐഡന്റിറ്റി എലമെന്റ് എങ്കിൽ ജനറൽ ആയിട്ട് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എയുടെ ഇൻവേഴ്സ് ആണ് ബി എങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ കിട്ടണം. ഇ എന്തുവായിരുന്നു? ഐഡന്റിറ്റി എലമെന്റ്. അതായത് ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം നിങ്ങൾ ഇൻവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോ അഡീഷനകത്ത് നോക്കിയേ. അപ്പം എ പ്ലസ് ഒരു നമ്പർ ഈക്വൽ ടു അതേ നമ്പർ പ്ലസ് എ ഈക്വൽ ടു അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതായിരുന്നു? 0 അല്ലേ? 0 കിട്ടണം. അപ്പൊ ഏതാ? ഇവിടുത്തെ വെച്ചാൽ മൈനസ് എ ആണ്. എ പ്ലസ് മൈനസ് എ മൈനസ് എ പ്ലസ് എ. ഇപ്പൊ 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -2 ആണ്. -2ന്റെ ആണെങ്കിൽ 2 ആണ്. 3/2ന്റെ ആണെങ്കിൽ -3/2 ആണ്. നമ്മൾ ഇത് നെഗറ്റീവ് ഓഫ് എ നമ്പർ എന്നുള്ള രീതിയിലും പറയുന്നു. മൾട്ടിപ്ലിക്കേഷൻ അതാണെങ്കിലോ എ ഇൻറ്റു ഒരു നമ്പർ പ്ലസ് ഈക്വൽ ടു അതേ നമ്പർ ഇൻറ്റു എ ഈക്വൽ ടു അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതായിരുന്നു? 1 കിട്ടണം. അപ്പൊ ഇത് ഏതാ നമ്മൾ എടുക്കുന്നത്? എ ഇൻറ്റു ഏത് നമ്പറാണ് 1? നമ്മൾ നോക്കുകയാണെങ്കിൽ 1/a ആണ്. അപ്പോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. ഇത് വരുമ്പോഴോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷെ നമ്മൾ പഠിച്ചപ്പോൾ ഇതിന്റെ പേര് മാറിപ്പോയി. നമ്മൾ പഠിച്ച പേര് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, നമ്മൾ അന്ന് പഠിച്ച റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്പർ സിസ്റ്റത്തിലെ കേസ്. ഇപ്പൊ നമ്മൾ മെട്രിക്സിൽ വരുമ്പോൾ മെട്രിക്സിൽ നമ്മൾ ഇതേ കാര്യം പറഞ്ഞായിരുന്നു. മെട്രിക്സിനകത്തും ഒരു ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഒരു മെട്രിക്സ് പ്ലസ് അതേ ഓർഡറുള്ള 0 മെട്രിക്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ മെട്രിക്സ് തന്നെ കിട്ടത്തില്ലയോ? അപ്പൊ സ്വാഭാവികമായിട്ടും 0 മെട്രിക്സ് പറഞ്ഞ അവിടുത്തെ എന്താണ്? ഐഡന്റിറ്റി എലമെന്റ് ആണ്. അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. തിരിച്ചപ്പോ ഒരു മെട്രിക്സിനെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്ത് കിട്ടും? ഇൻവേഴ്സ് കിട്ടും. അഡിറ്റീവ് ഇൻവേഴ്സ്. അതിന് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷന്റെ കേസാണ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് എടുത്താൽ ആ മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ്, ഏത് മെട്രിക്സ് നടക്കത്തുള്ളൂ? സ്ക്വയർ മെട്രിക്സേ നടക്കത്തുള്ളൂ കേട്ടോ. ഒരു സ്ക്വയർ മെട്രിക്സിനെ അതേ ഓർഡർ ഉള്ള ഏതാ ഐഡന്റിറ്റി മെട്രിക്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത്? നമുക്ക് സെയിം മെട്രിക്സ് കിട്ടും. പിടികിട്ടുന്നുണ്ടോ? അപ്പോ എ ഇൻറ്റു ഐ എന്ന് പറയുന്നതും തിരിച്ച് ഐ ഇൻറ്റു എ എന്ന് പറയുന്നതും എന്താണ്? എ. ഇത് നമ്മള് നേരത്തെ ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത് ശരിക്കും എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ശരിക്കും എന്തിനും ഐഡന്റിറ്റി മെട്രിക്സാ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അതിനാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡിറ്റീവ് ഇൻവേഴ്സിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനായിരിക്കും. ഞാൻ പറഞ്ഞു ഓരോ എലമെന്റിനും ഓരോ ഇൻവേഴ്സ് ആണ്. അതേപോലെ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു ഒരു എലമെന്റ്? ഇപ്പൊ നോക്കിയാൽ നമ്മുടെ 2ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ -2 ആണ്. 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ -3 ആണ്. പക്ഷെ അവിടെ എല്ലാം ഐഡന്റിറ്റി എലമെന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലെ? അവിടുത്തെ എല്ലാ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് അഡിഷനകത്ത് വന്നേക്കുന്നത് 0 ആയിരുന്നു. അതേപോലെ മൾട്ടിപ്ലിക്കേഷനകത്ത് ഐഡന്റിറ്റി എലമെന്റ് 1 ആയിരുന്നു. പക്ഷെ ഓരോ നമ്പറിനും ഓരോ ഇൻവേഴ്സ് ആണ്. ഇപ്പൊ 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ 1/2 ആയിരുന്നു. 3യുടെ ആണെങ്കിൽ 1/3 ആയിരുന്നു. 2/3യുടെ ആണെങ്കിൽ 3/2 ആയിരുന്നു അല്ലെ? അപ്പൊ ഓരോ നമ്പറിനും ഓരോ ഇൻവേഴ്സ്. അതേപോലെ മെട്രിക്സിനകത്ത് ഒരു പർട്ടിക്കുലർ ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്താണ്? ഇപ്പൊ സെയിം ആണ്. ഇപ്പൊ സെക്കൻഡ് ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി 1 0 0 1 ആണ്. ഇത് മാറത്തില്ല. പക്ഷേ സെക്കൻഡ് ഓർഡർ ഓരോ മെട്രിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സുകൾക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇൻവേഴ്സ് ആയിരിക്കും. ഓരോ മെട്രിക്സിന്റെയും ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നായിരിക്കും.
അപ്പോ അത് നമ്മളപ്പോ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ ജനറൽ ആയിട്ട് ചെയ്ത അതേ രീതി നമ്മൾ മറ്റേടത്ത് എങ്ങനെ പറഞ്ഞത്? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഈക്വൽ ടു അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് വരും. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ഏതാ? ഐ ആണ്. അപ്പൊ നമ്മള് മെട്രിക്സുകൾ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ വരുവാണെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സ് എക്ക് എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം എയുടെ ഇൻവേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് ബി. തിരിച്ച് ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്ന് പറയാം. പിടികിട്ടുന്നുണ്ടോ? അപ്പം എയുടെ ഇൻവേഴ്സ് ആണ് ബി, ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്ന് പറയണമെങ്കിൽ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും നമുക്ക് എന്ത് കിട്ടണം? സെയിം ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഒരു മെട്രിക്സ് വന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഈ ക്ലാസ് തുടക്കം പഠിച്ച എലമെന്ററി ഓപ്പറേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഇൻവേഴ്സ് കിട്ടത്തുള്ളൂ. അത് മെട്രിക്സ് ആണ് ചാപ്റ്റർ. ഇനി ഡിറ്റർമിനന്റിൽ നമുക്ക് അതിലെ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് അത് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് യൂസിംഗ് എലമെന്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് തന്നെ ചോദിക്കും. അത് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന രീതി ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കുകയാണ്. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്താണ് ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്താ? എല്ലാ മെട്രിക്സിനും ചിലപ്പോൾ ഇൻവേഴ്സ് ഉണ്ടായിരിക്കത്തില്ല. നമ്പർ സിസ്റ്റത്തിലും ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. കാര്യം സീറോയ്ക്ക് എന്തില്ല? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. കാര്യം ഒരു നമ്പറിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ. സീറോയുടെ റെസിപ്രോക്കൽ ആയിട്ട് 1/0 എടുത്താൽ ഡിഫൈൻഡ് ആണോ? അല്ല. ഇത് എല്ലാ സിസ്റ്റത്തിലുള്ളത്. എല്ലാ എലമെന്റ്സിനും ഇപ്പോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു മെട്രിക്സ് എക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവേഴ്സ് ബി ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഈക്വൽ ടു എന്തായിരിക്കും? ഐ ആയിരിക്കും. അല്ലെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ഈക്വൽ ടു ഐ ആണെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. തിരിച്ച് എ ബിയുടെയും ഇൻവേഴ്സ് ആയിട്ട് വരും. സ്ക്വയർ മെട്രിക്സുകളുടെ കേസിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ കാര്യം ഇൻവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതും എല്ലാ സ്ക്വയർ മെട്രിക്സുകൾക്കും എക്സിസ്റ്റ് ചെയ്തൊന്നുമില്ല. അത് ചെയ്യാനുള്ള കണ്ടീഷൻസ് കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്റർ ഡിറ്റർമിനേഷൻ അത് കുറച്ച് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ എങ്കിലും ഈ കാര്യം ഒന്ന് ഓർത്തിരുന്നോളൂ. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പം എയുടെ ഇൻവേഴ്സ് ആണ് ബി. തിരിച്ച് ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്ന് പറയുന്നത് എ ബി ഈക്വൽ ടു ബി ഈക്വൽ ടു ഐ. അപ്പൊ നമ്മൾ എയുടെ ഇൻവേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ റൈസ് ടു -1 എഴുതും. റീഡ് ചെയ്യുന്നത് എങ്ങനെയാ? എ ഇൻവേഴ്സ് എന്ന് വായിക്കും. അപ്പോ ഈ കേസിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബി ആണ്. ഓക്കെ. അപ്പൊ എ ഇൻവേഴ്സ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ്. അപ്പോ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ അപ്പൊ ഇവിടുത്തെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ എയും എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ എന്താ കിട്ടുന്നത്? ഐ കിട്ടും. ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഐ ആണ്. അപ്പൊ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ, ഏതൊരു മെട്രിക്സും അതിന്റെ ഒരു ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു മെട്രിക്സിന്റെയും ആ മെട്രിക്സിന്റെയും അതിന്റെ ഇൻവേഴ്സിന്റെയും കൂടെ പ്രോഡക്റ്റ് എന്തായിരിക്കും കിട്ടുന്നത്? സെയിം ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ ആണല്ലോ? കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു തിയറം വരുന്നുണ്ട്. ഫസ്റ്റ് തിയറം പറയുന്നതാണ് എന്താ പറയുന്നത്? ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് യുണീക്ക്. അതായത് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. കാര്യം ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഒരു മെട്രിക്സിന് ഒന്നിൽ കൂടുതൽ ഇൻവേഴ്സുകൾ ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് ആ തിയറം വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഒരു മെട്രിക്സിന് ഒന്നിൽ കൂടുതൽ ഇൻവേഴ്സുകൾ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ആ എ എന്ന് പറയുന്ന മെട്രിക്സിന് ഒരൊറ്റ ഇൻവേഴ്സേ ഉള്ളതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എടുത്തു എയ്ക്ക് ഒന്നിൽ കൂടുതൽ ഇൻവേഴ്സ് ഉണ്ട്. ഞാൻ 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് എടുത്തു. അപ്പൊ എന്തായാലും ഒരു ഇൻവേഴ്സ് ഉള്ളതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എത്ര വേണം ആയിക്കോട്ടെ, നമുക്ക് മിനിമം ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ തിയറം തെറ്റല്ലേ? അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് എടുത്തു. അപ്പോ എയുടെ ഇൻവേഴ്സ് ആയിട്ട് ബിയും വരുന്നുണ്ട്. അതേ എയുടെ ഇൻവേഴ്സ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? സിയും വരുന്നുണ്ട്. അപ്പൊ ബിയും എയുടെ ഇൻവേഴ്സ് ആണ്, അതുപോലെ സിയും എയുടെ ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എയുടെയും ബിയുടെയും കൂടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഐ ആയിരിക്കും. തിരിച്ച് ബിയുടെയും എയുടെയും കൂടെ പ്രോഡക്റ്റും എന്ത് തന്നെയായിരിക്കും? ഐ തന്നെ ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം, എങ്ങനെ എഴുതാം? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ വരും. അത് ബി എയുടെ ഇൻവേഴ്സ് ആയതുകൊണ്ട്. അതുപോലെ സി ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം?
AC ഈക്വൽ ടു CA ഈക്വൽ ടു I എന്ന് എടുത്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് എടുക്കാണ്. ഞാൻ ബി എന്ന് പറയുന്ന ആ മെട്രിക്സ് കൺസിഡർ ചെയ്തു. ബി ഈക്വൽ ടു എനിക്ക് ബി ഇൻറ്റു ഐ എന്ന് എഴുതിക്കൂടെ? കുഴപ്പമുണ്ടോ? ബി ഇൻറ്റു ഐ എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ? കാര്യം ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും അതേ ഓർഡറുള്ള ഐഡന്റിറ്റി മെട്രിക്സോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ മെട്രിക്സ് കിട്ടും. അതുകൊണ്ടല്ലേ ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആയത്. എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്? സോറി, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നുണ്ട്? സോറി, എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ കിട്ടുന്നത് കൊണ്ടാണല്ലോ ഈ എ എന്ത് വിളിച്ചത്? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയത്. അതായത് ബി എ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും ബി കിട്ടുന്നത് കൊണ്ടാണ് ഐ എ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നത്. അപ്പം ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ എന്നോ ഐ ഇൻറ്റു ബി എന്നോ എഴുതാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ ഈ ഐക്ക് പകരം ഇവിടെ നിന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഐക്ക് പകരം എനിക്ക് വേണമെങ്കിൽ സി എ കൊടുക്കാം, എ സി കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ തൽക്കാലം എ സി കൊടുത്തു. അപ്പൊ ബി ഇൻറ്റു ഐക്ക് പകരം എന്തെഴുതി? എ സി എന്ന് എഴുതി. നമ്മൾ ആദ്യമേ പഠിച്ചു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പൊ എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്യുമ്പോ എ ബി ചെയ്തിട്ട് പിന്നെ അതും സിയോടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റിവിറ്റിക്കകത്തേ ഉള്ള പ്രശ്നം, പക്ഷെ അസോസിയേറ്റിവിറ്റി കുഴപ്പമില്ലായിരുന്നു. എ ഇൻറ്റു ബി സി ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരേ ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഓർഡർ ഒന്ന് മാറ്റുന്നു. ബി എ ഇൻറ്റു സി എന്ന് എഴുതിക്കൂടെ നമുക്ക്? ഇതിൽ ബി എ എന്താണ്? ബി എന്ന് പറയുന്നത് ഐ അല്ലേ? അപ്പോ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഐ എന്ന് എഴുതാം. കാര്യം അത് നമുക്ക് ബി ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞ ഐ ആയിരിക്കും. ഐ ഇൻറ്റു സി എന്ന് കിട്ടി. ഐ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എന്തുവാ? സോ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഒരു മെട്രിക്സ് എപ്പോഴും ആ മെട്രിക്സ് തന്നെ കിട്ടത്തുള്ളൂ, സി എന്ന് കിട്ടും. ഈക്വൽ ടു ബി ഈക്വൽ ടു സി. എന്താണ് നമുക്കിവിടെ കിട്ടിയത്? നമ്മള് ബി സി എന്ന് പറയുന്ന രണ്ട് ഡിഫറെന്റ് മെട്രിക്സ് എക്ക് ഇൻവേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എഴുതിയേക്കുന്നത്. അപ്പൊ എയുടെ ഇൻവേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ബിയും സിയും രണ്ട് ഡിഫറെന്റ് മെട്രിക്സ് ആണ് കിട്ടിയത്. പക്ഷെ ചെയ്ത റൂൾസ് എല്ലാം അപ്ലൈ ചെയ്ത് തന്നപ്പോൾ ആ ബിയും സിയും എന്താണെന്ന് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ എക്ക് നമ്മൾ ഡിഫറെന്റ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ മെട്രിക്സ് ഇൻവേഴ്സ് ആയിട്ട് എടുത്താലും ശരിക്കും എന്തേ കിട്ടത്തുള്ളൂ? എല്ലാം ഈക്വൽ ആണെന്ന് കാണും. ഇതിന്റെ അർത്ഥം എന്താ? എക്ക് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. എക്ക് ഒരേ ഒരു ഇൻവേഴ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോ കുറെ ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അവയെല്ലാം എന്തായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് ഫസ്റ്റ് പ്രൂഫ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ, നമുക്ക് മറ്റൊരു തിയറം കൂടെ പറയാനുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ട്രാൻസ്പോസ് പഠിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞായിരുന്നു എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു. അതേപോലെ ഇൻവേഴ്സിന്റെ കേസിലുണ്ട് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഇതും നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്തെടുക്കാവുന്ന കാര്യം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇപ്പോ എ ബി എന്ന് പറയുന്നത് എത്ര മെട്രിക്സാ? രണ്ട് മെട്രിക്സ് ആണോ? അല്ല, എ ഒരു മെട്രിക്സും ബി ഒരു മെട്രിക്സ് ആണ്. പക്ഷെ അവിടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മെട്രിക്സ്. ഇവിടെ കേസിലെല്ലാം സ്ക്വയർ മെട്രിക്സ് ആണ്. ഞാൻ എപ്പോഴും പറയാത്ത കാര്യം, ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ക്വയർ മെട്രിക്സിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എടുക്കാണ് എ ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എ ബി ഈക്വൽ ടു എ ബി ദ ഹോൾ, സോറി, എ ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ്. ഒരു മെട്രിക്സ് എ ബി, അതിന്റെ ഇൻവേഴ്സ്. ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നത്. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോ ഇവിടെ എ ബിയും എ ബിയുടെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. ഞാന് ഈ മെട്രിക്സിന്റെ ലെഫ്റ്റ് സൈഡില് ഞാൻ ആദ്യം ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈക്വൽ സൈൻ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്യണം. അപ്പൊ എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്പർ സിസ്റ്റത്തിൽ ചെയ്യുന്നതിന് കൂടെ അല്ല മെട്രിക്സിൽ. അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 ആണ്. ഞാൻ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഈക്വൽ ടു 5 ഇൻറ്റു 6 എന്ന് എഴുതാം. കുഴപ്പമൊന്നുമില്ല. ഇവിടെയും 2 ഇൻറ്റു 3 ഇൻറ്റു 5, ഇവിടെ 5 ഇൻറ്റു 6, രണ്ടും സെയിം അല്ലേ? നമ്പർ സിസ്റ്റത്തിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കാര്യം ഇവിടെ ഞാൻ ഒരിടത്ത് 5 മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ റൈറ്റ് സൈഡിലും ഇവിടെ ഒരിടത്ത് ലെഫ്റ്റ് സൈഡിലുമാണ് മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷെ നമ്പർ സിസ്റ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായാലും 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? 6 ആണ്. 6 ഇൻറ്റു 5 തന്നെ. ഇവിടെ 5 ഇൻറ്റു 6 രണ്ടും എന്ത് കിട്ടും? 30 തന്നെ കിട്ടും. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല.
അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്പർ സിസ്റ്റത്തിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി ഇൻറ്റു എ ആയിരുന്നു. അതുകൊണ്ട് അവിടെ മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡറിനൊന്നും ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഈക്വൽ സൈഡിന്റെ അപ്പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ റൈറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റിൽ തന്നെ. കാര്യം എന്താ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഏത് സൈഡിലാണോ ചെയ്യുന്നത് അതത്ത് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ നമ്പറിന്റെ, ആ മെട്രിക്സിന്റെ ലെഫ്റ്റിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെയും ലെഫ്റ്റിൽ തന്നെ ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി നോക്കിയപ്പോ നമ്മൾ ലെഫ്റ്റിലെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ നോക്കിയേ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ബി, ഇവിടെ എ ബി ദ ഹോൾ ഇൻവേഴ്സ്. നമുക്ക് ശരിക്കും എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്നാ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ എ ബി ഇത് മാത്രം വരാൻ വേണ്ടി ഞാൻ ഓരോന്ന് ഒഴിവാക്കാൻ വേണ്ട, ഈ എ ഒഴിവാക്കാൻ വേണ്ട എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ എ ഇൻവേഴ്സ് കിട്ടും ഇവിടെ. ഇനി എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്തുവാ? ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും ഐ അല്ലേ? അപ്പൊ ഐ ഇൻറ്റു ബി എന്ന് കിട്ടും. എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഈ ഐ ഇൻറ്റു ബി ഒരു മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സും നമുക്ക് എന്താ കിട്ടുന്നത്? ബി അല്ലേ കിട്ടുന്നത്? ദെൻ എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി ഈ ബിയും കൂടെ ചേഞ്ച് ചെയ്യണം, എങ്കിലേ നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് കിട്ടത്തുള്ളൂ. ബി പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് എവിടെ ചെയ്യുന്നത്? ലെഫ്റ്റിൽ തന്നെ ചെയ്യുന്നു. അപ്പൊ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്തു. എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു, ഇവിടെ ലെഫ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ എവിടെ തന്നെ ചെയ്യാവൂ? ലെഫ്റ്റിലേ ചെയ്യാവൂ. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഐ ആണ്. തിരിച്ച് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഐ ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ്. ഒരു മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രോഡക്റ്റ് എന്ത് തന്നെ? ആ മെട്രിക്സ് തന്നെ കിട്ടും. ദാറ്റ് ഈസ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ? ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത തിയറം പറഞ്ഞിരിക്കുന്നതാണ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതും ചിലപ്പോൾ വെരിഫൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ മെട്രിക്സ്, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം എലമെന്ററി ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇൻവേർട്ടിബിൾ മെട്രിക്സ് പറഞ്ഞു, മെട്രിക്സിന് എങ്ങനെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞു, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു 2 തിയറങ്ങളും പറഞ്ഞു. ഓക്കെ ആണല്ലോ? അടുത്ത ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് ഈ എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലാസ് ആണ്. അതുകൊണ്ട് ആരും ആ ക്ലാസ് മിസ് ചെയ്യരുത്. ഓക്കെ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. കൃത്യമായി കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. താങ്ക് യു.